ഗുഡ് ഈവനിങ്. അതൊക്കെ അടിപൊളി സോങ്സ് ആണ് വരുന്നത്. ഇവിടെ സംസാരിക്കാനല്ല തോന്നുന്നത്, ഡാൻസ് കളിക്കാനാണ്. ഓൾറെഡി ഇത് പരിചയപ്പെടുത്തി. ഇവർ അൽത്താഫ് എന്നാണ് വരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കടന്നാണ് വരുന്നത്. ഈ ബിസിനസ്സിനകത്ത് 7 വർഷം ബിസിനസ്സിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസിനസ്സിനകത്ത് വരുന്നതിന് മുന്നേ അലുണ്ടാക്കുന്ന ജോലി ഒരു ഹൗസ് ഡ്രൈവറായിരുന്നു. ഈ ബിസിനസ്സിനകത്ത് കടന്നു വന്നത് ഇവിടെ ഒത്തിരി ആളുകൾ പറഞ്ഞു പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ഉണ്ട്. ഞാൻ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് എടുത്ത് വന്നവരല്ലേ. എനിക്ക് പൊതുവെ ഇതിന്റെ ഒരു പ്രത്യേകത എന്നാൽ എനിക്ക് പൈസക്ക് ഭയങ്കര ആർത്തിയാണ്. അവിടെ ഇതിനകത്ത് 2,10,000 കിട്ടുന്നില്ല എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ ബിസിനസ്സിനകത്ത് കടന്നു വന്നത് 2,10,000 കടന്നു വരാനൊരു മോട്ടിവേറ്റീവ് ഫാക്ടർ എന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റീവ് ഫാക്ടർ വേറെ ഒന്നായിരുന്നു. കാരണം എന്റെ ഭാര്യ എന്റെ മുഖത്ത് നോക്കിയൊന്നും മതി എനിക്ക് ചിരിക്കാറില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഭാര്യ ചിരിക്കാനില്ലേ? ഇതിന്റെ ഭാര്യ ചിരിക്കാറില്ല, കരയാലുള്ളത്. കാരണം എന്താ വെച്ചാൽ അതായിരുന്നു എന്റെ സാമ്പത്തിക കണ്ടീഷന്റെ അവസ്ഥ. കാരണം എന്റെ ഭാര്യ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് വന്നതായിരുന്നു. എല്ലാവരും 10,000 ഇഷ്ടപ്പെട്ടിട്ട് തന്നെ വരിക അല്ലെ? നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടാതെ വരുന്നതാണ് അല്ല, എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് തന്നെ വരുന്നത്. വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷെ ഇതിന്റെ കൂടെ ഇടവഴിയപ്പോഴാണ് മനസ്സിലായത് ശരിക്കുള്ള ജീവിതം എന്താണോ എന്നുള്ളത്. കാരണം എന്റെ ആക്ച്വലി നമ്മളെ കൂടെ ജീവിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. കാരണം അങ്ങനെ ഞാൻ പോയി മറ്റൊന്നുണ്ടോ. സോ അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊക്കെ ഈ നമ്മള് അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാരും പെണ്ണ് കല്യാണം കഴിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാല് പെണ്ണിനെ ഫസ്റ്റ് കണ്ടാൽ ചോദിക്കുന്ന ചോദ്യം എന്താ? നിങ്ങൾ ആരും കല്യാണം കഴിച്ചില്ല. ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം എന്താ? പേര് ചോദിക്കും അല്ലെ. രണ്ടാമത് ചോദിക്കുന്നത് എന്താ? ഇഷ്ടപ്പെട്ടോ? എത്ര വരെ പഠിച്ചു ചോദിക്കും ആണല്ലേ? എത്ര വരെ പഠിച്ചു നോക്കിയല്ലേ? ഞാന് 7 പെണ്ണുണ്ട്. 7 പെണ്ണും ഇന്റെ അടുത്ത് നിന്ന് 6 പെണ്ണുണ്ട്. 7ാമത്തെ പെണ്ണെ കല്യാണം കഴിച്ചു. 6 പെണ്ണിന് ഇന്ന ഇഷ്ടപ്പെടാനിട്ടല്ല. അവിടെ എത്തിയിട്ട് ലാസ്റ്റ് ചോദിക്കുക എന്താ പരിപാടി നോക്കി ബാറ്ററി ജോലിയാണെന്ന് അറിയും. രണ്ടാമത് നമുക്ക് കളവ് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കും പേരെന്താന്ന് ചോദിക്കും. ഓളോളം പേരും പറയും. ഞാൻ എന്റെ പേരും ചോദിക്കും. ഞാൻ അതും പറയും. രണ്ടാമത് എത്ര വരെ പഠിച്ചിട്ട് നോക്കും. ഓല് +2 പോയി 10ാം ക്ലാസ് പോയി തന്നെ ഞാൻ 4ാം ക്ലാസ് ആണ്. അപ്പൊ ഇത് പറഞ്ഞോട് കൂടിയിട്ട് പെണ്ണിന് മനസ്സിലാവും ഈ 4ാം ക്ലാസ് എന്റെ കൂടെ ചെയ്യണ്ട, പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് 6 പെണ്ണും തെറ്റിപ്പോയി. 7ാമത്തെ പെണ്ണാണ് ഞാനൊരു തീരുമാനം. എന്താ പേര് ചോദിച്ചു. ഓള് ഷെറീന നന്ദി. എന്നോട് ചോദിച്ചു എന്താ പേര്? അൽത്താഫ് നന്ദി. അസ്സലാമു അലൈക്കും നന്ദി. അലൈക്കും അസ്സലാം നന്ദി. എന്ത് ചോദിച്ചില്ല? ചോദിച്ചില്ല. അതുകൊണ്ട് ആ സാധനം കൂടെ പോയി.